നമസ്കാരം. ഇന്ന് നമ്മൾ ചാൾസ് ഡുഹിഗിന്റെ ദ പവർ ഓഫ് ഹാബിറ്റ് എന്ന പുസ്തകത്തെപ്പറ്റി നിങ്ങൾ തന്ന ആ സംഗ്രഹം വെച്ച് കുറച്ചുകൂടി ആഴത്തിലൊന്ന് സംസാരിക്കാൻ പോവുകയാണ്. ശരി. ഈ ശീലങ്ങളുടെ പിന്നിലെ ശാസ്ത്രം എന്താണത്? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ പ്രവർത്തിക്കുന്നത്? പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഒരു വേണ്ടാത്ത ശീലം മാറ്റിയിട്ട് നല്ല ശീലങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും. നിങ്ങൾ തന്ന വിവരങ്ങൾ വെച്ച് നമുക്കൊരു ഒരു വിശദമായ ചർച്ച നടത്താം. ഒരു കാര്യം നമ്മൾ ഓർക്കണം, അല്ലേ? ഈ ശീലങ്ങളൊന്നും നമ്മളെ അങ്ങോട്ട് ഭരിക്കുന്നില്ല. ശരിയാണ്. അതിനെ തിരിച്ചറിഞ്ഞ് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഈ ശീലങ്ങളുടെ എല്ലാം ഒരു അടിസ്ഥാനം ഉണ്ടല്ലോ, ആ ശീലവലയം, ഹാബിറ്റ് ലൂപ്പ്, അതെന്താണെന്നൊന്ന് പറയാമോ? പറയാം. ഈ ശീലവലയം എന്ന് പറയുന്നത് അതിന് 3 ഘടകങ്ങളാണ്. വളരെ ലളിതമാണ്. ഓക്കെ. ഒന്ന്, സൂചന. അതായത് ക്യൂ. ഒരു ശീലം തുടങ്ങാൻ നമ്മുടെ തലച്ചോറിന് കിട്ടുന്ന ഒരു സിഗ്നൽ. ഉദാഹരണം? ഒരു സ്ഥലമാകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയം, ചിലപ്പോൾ നമ്മുടെ ഒരു മാനസിക അവസ്ഥ, അല്ലെങ്കിൽ ചില ആൾക്കാർ, അങ്ങനെ എന്തുമാകാം ഈ സൂചന. ശരി ശരി. 2, രീതി, റുട്ടീൻ. ഇതാണ് ആ ശീലം, നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തി. അത് ചിലപ്പോൾ ശരീരം കൊണ്ടാവാം, മനസ്സുകൊണ്ടാവാം, അല്ലെങ്കിൽ വെറുമൊരു ചിന്തയാവാം. ഓക്കെ. മൂന്നാമത്തേതോ? മൂന്നാമത്തേത് പ്രതിഫലം, റിവാർഡ്. ഈ ശീലം നമ്മളങ്ങ് ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടില്ലേ, അല്ലെങ്കിൽ ഒരു ആശ്വാസം. അതാണ് ഈ പ്രതിഫലമാണ് പിന്നെയും പിന്നെയും ആ ശീലം ചെയ്യാൻ നമ്മുടെ തലച്ചോറിനെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ സൂചന, രീതി, പ്രതിഫലം, ഈ ഒരു സൈക്കിൾ പൂർത്തിയാവുമ്പോൾ ബ്രെയിൻ ഇതിനെങ്ങ് ഓർത്തുവെക്കും. അടുത്ത തവണ ഇതേ സൂചന വരുമ്പോൾ ചാടിക്കേറി ഈ വീതി അങ്ങ് ചെയ്യും. അങ്ങനെയല്ലേ? അതെ, അത് തന്നെ. കറക്റ്റ്. കാലക്രമേണ ഈ ബന്ധം ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആവും. ഓട്ടോമാറ്റിക് ആവോ? ഏതാണ്ട് ഓട്ടോമാറ്റിക് ആവും. നമ്മൾ അധികം ചിന്തിക്കുക പോലുമില്ല, ചുമ്മാന്ന് ചെയ്യും. നമ്മുടെ തലച്ചോറ് കുറച്ച് എനർജി ലാഭിക്കാൻ കണ്ടെത്തുന്ന ഒരു എളുപ്പപ്പണിയാണിത്. അപ്പൊ അതുകൊണ്ടാണ് മാറ്റാൻ ഇത്ര പാട്? അതെ, അതുകൊണ്ടാണ്. അത് ശരിയാണ്. അപ്പൊ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയി പോയ ഒരു ശീലം അത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സൂചന അങ്ങ് ഒഴിവാക്കണോ, അതോ ആ പ്രതിഫലം കിട്ടാതെ നോക്കണോ? എന്താ പുസ്തകത്തിൽ പറയുന്നേ? അവിടെയാണ് ഡുഹിഗ് പറയുന്ന ഒരു തന്ത്രം വരുന്നത്. ശീലമാറ്റത്തിന്റെ സുവർണ നിയമം എന്ന് പറയും. ഗോൾഡൻ റൂൾ ഓഫ് ഹാബിറ്റ് ചേഞ്ച്. ഗോൾഡൻ റൂൾ എന്താണത്? നിയമം വളരെ സിമ്പിളാണ്. ഒരു ശീലം നമുക്ക് പൂർണ്ണമായിട്ടങ്ങ് ഇല്ലാതാക്കാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. ഓക്കേ. പക്ഷേ നമുക്ക് ആ ശീലത്തിന്റെ നടുക്കുള്ള ഭാഗം, അതായത് ആ രീതി, റൂട്ടീൻ, അതിനെ മാത്രം മാറ്റാൻ പറ്റും. രീതി മാത്രം മാറ്റുക? അതെ. സൂചനയും പ്രതിഫലവും അത് പഴയതുപോലെ തന്നെ വെക്കണം, മാറ്റരുത്. കാരണം തലച്ചോറിനു വേണ്ടത് ആ അവസാനത്തെ പ്രതിഫലമാണ്. മനസ്സിലായി. അതായത് സൂചന വരുമ്പോ പഴയ ആക്ഷന് പകരം വേറൊന്ന് ചെയ്യുക, പക്ഷേ കിട്ടുന്ന റിസൾട്ട്, ആ ഫീലിംഗ്, അത് പഴയ തന്നെ ആയിരിക്കണം. അത് തന്നെ. ഇതിനൊരു ഉദാഹരണം പറയാമോ, കുറച്ചുകൂടി ക്ലിയർ ആകാൻ? പറയാം. ധോരൻ ഓഫീസിൽ ഉച്ച കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നി. ഇതാണ് സൂചന. ഓക്കെ, സൂചന. സാധാരണ നിങ്ങളൊരു ചായയോ കാപ്പിയോ കുടിക്കാൻ പോകും. ചിലപ്പോൾ കൂടെ ഒരു സിഗരറ്റും വലിക്കും. ഇതാണ് പഴയ രീതി. ശരി. ഇതിൽ നിന്ന് കിട്ടുന്നതെന്താ? ഒരു ഉന്മേഷം, അല്ലെങ്കിൽ ഒരു ചെറിയ റിലീഫ്, കുറച്ചു നേരത്തേക്കെങ്കിലും. അതെ. ഇനി ഇത് മാറ്റണമെങ്കിൽ ആ ക്ഷീണം തോന്നുമ്പോൾ സൂചന പഴയത് തന്നെ. സിഗരറ്റ് വലിക്കാൻ പോകുന്നതിന് പകരം എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് വെറുതെ ഒന്ന് സംസാരിക്കുക. ഇതാണ് പുതിയ രീതി. ഇതിലൂടെയും കിട്ടുന്നതെന്താ? ഒരു ഉന്മേഷം, ഒരു മാറ്റം. അതെ. പ്രതിഫലം? അതെ, അതേ പ്രതിഫലം. അപ്പോ സൂചനയും പ്രതിഫലവും ഒന്നായതുകൊണ്ട് തലച്ചോറ് ഈ പുതിയ രീതിയെ അങ്ങ് സ്വീകരിക്കാൻ സാധ്യത കൂടുതലാണ്. കൊള്ളാം. ഇത് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശീലങ്ങളുടെ സൂചനയും പ്രതിഫലവും കണ്ടുപിടിക്കുക എന്നതാണ്. തീർച്ചയായും, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പുസ്തകത്തിലെ കീസ്റ്റോൺ ശീലങ്ങൾ എന്നൊരു കാര്യം പറയുന്നുണ്ടല്ലോ, കീസ്റ്റോൺ ഹാബിറ്റ്സ്, അതെന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. കീസ്റ്റോൺ ശീലങ്ങൾ എന്നുവെച്ചാൽ ചില പ്രത്യേക ശീലങ്ങൾ നമ്മൾ വളർത്തിയെടുത്താൽ അത് തനിയെ നമ്മുടെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. ഒരു ഡോമിനോ എഫക്റ്റ് പോലെ. ഓഹോ. ഏറ്റവും നല്ല ഉദാഹരണം വ്യായാമമാണ്. വ്യായാമം? അതെ. സ്ഥിരമായി വ്യായാമം ചെയ്യുന്ന ഒരാള് കുറച്ചു കഴിയുമ്പോൾ കാണാം അവരെ അറിയാതെ തന്നെ നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. ശരിയാണ്. ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കും, നന്നായി ഉറങ്ങും, സ്ട്രെസ് കുറയും, അങ്ങനെ പലതും. അതായത് ഒറ്റ ശീലം, വ്യായാമം,
ഒരുപാട് നല്ല ശീലങ്ങൾക്ക് വാതിൽ തുറക്കുന്നു. ഇത് കൊള്ളാലോ. അപ്പൊ ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റം വേണമെങ്കിൽ ഒരു 10 ശീലം മാറ്റാൻ നോക്കുന്നതിന് പകരം ശരിയായ ഒരു കീസ്റ്റോൾ ശീലം കണ്ടെത്തി അതിൽ ഫോക്കസ് ചെയ്താൽ മതിയാകുമോ? ഒരു വലിയ പരിധിവരെ അതെ, അങ്ങനെ പറയാം. ഇത് വ്യക്തികളുടെ കാര്യത്തിൽ മാത്രമല്ല. ഓക്കേ. വലിയ സ്ഥാപനങ്ങളൊക്കെ അവർ അവരുടെ ജീവനക്കാരെ ട്രെയിൻ ചെയ്യിക്കാനും മൊത്തത്തിലുള്ള കാര്യക്ഷമത കൂട്ടാനും ഒക്കെ ഈ തത്വം ഉപയോഗിക്കാറുണ്ട്. സ്റ്റാർബക്സിന്റെ കാര്യം പുസ്തകത്തിൽ പറയുന്നുണ്ട്. സ്റ്റാർബക്സോ? അതെ, അവരുടെ ജീവനക്കാർക്ക് ഭയങ്കര ദേഷ്യമുള്ള കസ്റ്റമേഴ്സിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിന് പ്രത്യേക പരിശീലനം കൊടുക്കുന്നുണ്ട്. അതൊരു രീതിയാണ്. റുട്ടീൻ, സമ്മർദ്ദം വരുമ്പോൾ ക്യൂ, എങ്ങനെ പ്രതികരിക്കണം റുട്ടീൻ എന്ന് പഠിപ്പിക്കുന്നു. ഇൻട്രസ്റ്റിംഗ്. അതുപോലെ വലിയ സാമൂഹിക മുന്നേറ്റങ്ങൾ, ഉദാഹരണത്തിന് അമേരിക്കയിലെ പൗരാവകാശ സമരമൊക്കെ, ആളുകളുടെ നിലവിലുള്ള സൗഹൃദ ബന്ധങ്ങൾ, വിശ്വാസങ്ങൾ, അങ്ങനെയുള്ള സാമൂഹിക ശീലങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് വളർന്നതെന്നും പറയുന്നു. ആഹാ. എന്തിനധികം നമ്മുടെ ഇച്ഛാശക്തി, വിൽ പവർ, അതും ഒരു പേശി പോലെയാണെന്നും നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ച് അതിനെ ഒരു ശീലം പോലെ വളർത്തിയെടുക്കാൻ പറ്റുമെന്നും ഡുഹിക് പറയുന്നുണ്ട്. കൊള്ളാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോ ഇന്നത്തെ ഈ ഒരു എന്താ പറയാ ചർച്ചയിൽ നിന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ചുരുക്കി പറയാമോ? പറയാം. പ്രധാനമായിട്ടും ഒരു 4 പോയിന്റുകൾ ഓർക്കാം. ശീലങ്ങൾ ഭയങ്കര പവർഫുൾ ആണ്, സമ്മതിച്ചു. പക്ഷേ അതിന്റെ ആ ശീലവലയം, ആ ക്യൂ, റുട്ടീൻ, റിവാർഡ് സംഭവം മനസ്സിലാക്കിയാൽ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ശരി, അപ്പം മാറ്റാൻ പറ്റും. 2, ഒരു ശീലം മാറ്റാൻ നോക്കുമ്പോ മൊത്തത്തിൽ പൊളിച്ചെഴുതാൻ നിൽക്കണ്ട. ആ പഴയ സൂചനയും പ്രതിഫലവും അവിടെ തന്നെ നിർത്തിയിട്ട് ആ നടുക്കുള്ള രീതി മാത്രം മാറ്റുന്നതിൽ ശ്രദ്ധിക്കുക. അതാണ് ഗോൾഡൻ റൂള്. റൂട്ടീൻ മാറ്റുക. ഓക്കെ. 3, നമ്മുടെ ജീവിതത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില കീസ്റ്റോൺ ശീലങ്ങളുണ്ട്. വ്യായാമം പോലെ. അങ്ങനെയുള്ളവ കണ്ടെത്തി അതിൽ ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണ്. അത് മറ്റു പല നല്ല മാറ്റങ്ങൾക്കും വഴിവെക്കും. ശരിയാണ്. 4, മാറ്റം സാധ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ആ ഒരു വിശ്വാസം, ബിലീഫ് പ്രധാനമാണ്. അതുപോലെ ചെറിയ ചെറിയ വിജയങ്ങൾ, അതൊക്കെ പ്രധാനമാണ്. പലപ്പോഴും ഒറ്റയ്ക്ക് പറ്റില്ല, ഒരു ഗ്രൂപ്പിന്റെയോ കൂട്ടുകാരുടെയോ ഒക്കെ ഒരു സപ്പോർട്ട് വേണ്ടിവരും. നുഗിക് പറയുന്നൊരു വാചകം ഓർക്കുന്നു. മാറ്റം എപ്പോഴും എളുപ്പമായിരിക്കില്ല, വേഗത്തിലുമായിരിക്കില്ല. പക്ഷേ സമയവും പരിശ്രമവും ഉണ്ടെങ്കിൽ ഏത് ശീലവും മാറ്റിയെടുക്കാം. അതെ, അത് തന്നെ. അത് ശരിക്കും നമുക്കൊരു പ്രതീക്ഷ തരുന്നുണ്ട്. തീർച്ചയായും. അപ്പോ നമ്മൾ ഈ സംഭാഷണം നിർത്തുന്നതിന് മുമ്പ് കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശീലമുണ്ടെന്ന് വെക്കുക. അതിന്റെ സൂചന എന്താണ്? അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? അതൊന്ന് ആലോചിച്ചു നോക്കൂ. എന്നിട്ട് ആ പഴയ രീതിക്ക് പകരം അതേ പ്രതിഫലം നൽകുന്ന പുതിയ എന്ത് ചെറിയൊരു രീതി നിങ്ങൾക്ക് ഇന്ന് തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ പറ്റും. വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ചിലപ്പോൾ വളരെ ചെറിയൊരു മാറ്റമായിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു തുടക്കം. അത് ചിലപ്പോൾ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയേക്കാം.